അപ്പോൾ റെസിപ്പി എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലേ. ബേസിൽ ജോസഫ് വൈറലാക്കിയ പ്രോൺസ് നിർവാണ അദ്ദേഹത്തിൻ്റെ ഷെഫ് ആഷിൻ്റെ ഒരു സിഗ്നേച്ചർ ഡിഷാണ്. അപ്പോൾ ഒരു മസ്റ്റ് ട്രൈ ഐറ്റമാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ വീഡിയോയിലേക്ക് എടുക്കാം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കൃഷ്ണാസ് ഫ്യൂഷൻ ആൻഡ് ഫീസ്റ്റ്. ഇതിന് വേണ്ടിയിട്ട് ഞാൻ 1/2 കിലോ ടൈഗർ പ്രോൺസാണ് എടുത്തിരിക്കുന്നത്. പൊതുവേ വലിയ പ്രോൺസ് വെച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇത് ക്ലീൻ ചെയ്തെടുക്കാം പെട്ടെന്ന് തന്നെ. പ്രോൺസിൻ്റെ ഷെല്ലൊക്കെ കഴിഞ്ഞ ശേഷം ഇതിൻ്റെ സെൻറ്ററിൽ ഇതുപോലെ ഇങ്ങനെ വരഞ്ഞ് അതിൻ്റെ ഉള്ളിൽ നിന്ന് അതിൻ്റെ കുടലൊക്കെ എടുത്ത് റിമൂവ് ചെയ്യണം. അല്ലെങ്കിൽ വയറിന് ഇറിറ്റേഷനൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കണം പ്രോൺസ് ക്ലീൻ ചെയ്യുമ്പോൾ. പ്രോൺസ് നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഇതുപോലെ കഴുകി എടുത്ത് മാറ്റി വയ്ക്കാം. അതിനുശേഷം മിക്സിയുടെ ജാറിലേക്ക് മല്ലിയില, കറിവേപ്പില, കുറച്ച് വെളിച്ചെണ്ണ, 1 ടേബിൾ സ്പൂൺ കുരുമുളക്, ഇഞ്ചി വെളുത്തുള്ളി തൊണ്ട് കളഞ്ഞത്, ഉപ്പ്, വിനാഗിരി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല എല്ലാം ഇട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക. മിക്സിയിലിട്ടിട്ട് ബ്ലെൻഡ് ചെയ്ത പേസ്റ്റ് പ്രോൺസിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കൈ വെച്ച് നന്നായിട്ട് തിരുമ്മി മിക്സ് ചെയ്ത് എടുക്കണം. അതിനുശേഷം ഒരു 30 മിനിറ്റോളം മിക്സ് ചെയ്ത് മാറ്റി വെക്കണം. അത് കഴിഞ്ഞ് നമുക്കൊരു പാൻ എടുക്കാം. പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, കുറച്ച് പച്ചമുളകും കറിവേപ്പില ഇട്ട് കൊടുക്കുക. അതൊന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത് ഉടൻ തന്നെ അതിനകത്തേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന പ്രോൺസ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം പ്രോൺസ് അടച്ച് വെച്ച് ഒരു സൈഡ് ഒരു 3 മിനിറ്റോളം വേവിക്കാം. ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക. അതിനുശേഷം അടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്നും കൂടി മൂടി വെച്ച് ഒരു 3 മിനിറ്റ്സും കൂടി കുക്ക് ചെയ്തെടുക്കാം. ചെമ്മീൻ ഓവറായിട്ട് കുക്കാവേണ്ട ആവശ്യമില്ല. ഓവറായിട്ട് കുക്കായ ഒരു റബ്ബറി ഫീൽ വരും. അപ്പോൾ ഒരു 10 മിനിറ്റ്സോളം മാക്സിമം കുക്ക് ചെയ്ത ശേഷം അതിനകത്തേക്ക് തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസ് തേങ്ങയുടെ ഹാഫ് പോർഷൻ തേങ്ങ എടുത്ത് പാലാക്കി എടുക്കാം. അധികം വെള്ളമൊന്നും ചേർക്കാതെ നല്ല തിക്ക് കൺസിസ്റ്റൻസി തന്നെ എടുക്കണം. എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞ് അധികം നേരം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് സോൾട്ടൊക്കെ ചെക്ക് ചെയ്ത ശേഷം ആഡ് ചെയ്ത് കൊടുക്കുക. സോൾട്ടിൻ്റെയൊക്കെ കുറവുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ള് പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കറി ലീവ്സും കൂടി ഇട്ട് നമുക്ക് ഒന്നുകൂടി മിക്സ് ചെയ്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പ്രോൺസിൻ്റെ നിർവ്വാണ റെഡി ആയിട്ടുണ്ട്. ഒരു മസ്റ്റ് ട്രൈ ഐറ്റമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് ഈ റെസിപ്പി ഗ്രേവി ആയിട്ട് ചപ്പാത്തി, പുട്ട്, അപ്പം, അതുപോലെ പൊറോട്ട, ഇടിയപ്പം, അങ്ങനെ എല്ലാത്തിൻ്റെ ഒപ്പം ഒരു അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ, ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.